നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. ഡേ ഡ്രീംസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കിട്ടിയ സ്വിറ്റ്സർലൻഡ് വിസയെക്കുറിച്ചാണ്. സിംഗിളായിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ള വിസ കിട്ടിയതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് 3 തവണ റിജക്ഷനായ പാസ്പോർട്ടാണ് ഒരെണ്ണം ഉള്ളത്, സിംഗിളായിട്ട് വെച്ചത്. അന്നേരം അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയതെന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അന്നേരം സ്വിറ്റ്സർലൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഡോക്യുമെൻറ്റ്സും കൂടെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാങ്കിൻ്റെ കൺഫർമേഷൻ ലെറ്റർ മേടിക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ബാലൻസ് കൺഫർമേഷൻ ലെറ്ററും കൂടെ മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് സിംഗിളായിട്ട് വെക്കുന്നവരാണെങ്കിൽ ഒരു 5.5 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞതായിട്ട് കാണിക്കുക. കാരണം നമ്മൾ ഒരു 3.5 to 4 കാണിച്ചിട്ടൊന്നും വിസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു 5.5 കാണിക്കുക. 5.5ക്ക് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വെക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു 12 ലക്ഷത്തിന് മുകളിലോട്ടും കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് മേടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബാങ്ക് മാനേജറെ കയറി കണ്ട് നമ്മൾ ഇതേപോലെ യൂറോപ്പിലേക്ക് പോവുകയാണ്, അന്നേരം അതിൻ്റെ ഒരു ബാങ്ക് ബാലൻസ് കൺഫർമേഷൻ ലെറ്ററും കൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ നമ്മൾ ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് കൺഫർമേഷൻ ലെറ്റർ മേടിക്കുക. അതും കൂടെ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ആധാരം, അത് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ ആധാരം ഇടുന്നവരെ കണ്ടിട്ട് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റിക്കുക. എന്നിട്ട് അത് നോട്ടറി ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം പേരിൽ വാഹനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോപ്പിയും കൂടെ എടുത്ത് അത് നോട്ടറി ചെയ്യിച്ചിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്വിറ്റ്സർലൻഡ് വിസ കൊടുക്കുന്നുണ്ട്. അത് ഈ രീതിയിലേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അന്നേരം ഇനി വെക്കാൻ പോകുന്നവർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ITR നമുക്കിപ്പം 2 വർഷത്തെ ഒരുമിച്ച് ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ 2 വർഷത്തെ മാത്രമായിട്ട് വെച്ച് കൊടുത്താലും മതി. 3 വർഷത്തെ ഉള്ളവർ വെച്ച് കൊടുക്കുക, അല്ലാത്തവർ 2 വർഷത്തെ മാത്രം ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കവർ ലെറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെക്കുന്നുണ്ട് അതും കൂടെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ചെയ്തേക്കുന്ന വിസ കിട്ടിയേക്കുന്നതിനകത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അന്നേരം ഇനി വെക്കാൻ പോകുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ വെക്കാൻ ശ്രമിക്കുക. അന്നേരം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.